ഹൈ ലീഡേഴ്സ്, ഫിൻസോപ്പയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ക്യാഷ് ബാക്കുകളൊക്കെ ഡെയിലി നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ഫിൻസോപ്പ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രാൻഡഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് എനി പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആവട്ടെ, അതല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ആവട്ടെ, അതല്ലെങ്കിൽ മീറ്റ്സ് ആവട്ടെ, ഫാഷൻ ആവട്ടെ, ഡ്രസ് മെറ്റീരിയൽ ആവട്ടെ, എന്ത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫിൻസോപ്പയുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫിൻസോപ്പയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതിനകത്തുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫണ്ട് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റീചാർജ് ആൻഡ് റിക്വസ്റ്റിൽ പോയിട്ട് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുക. ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കോഡ്സ് എന്ന് കാണാൻ പറ്റും. ഈ ഗിഫ്റ്റ് കോഡ്സ്, ഇതിൽ ഒരുപാട് സർവീസുകളുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട കാറ്റഗറി ഏതാ നമ്മൾ തിരഞ്ഞെടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സെലക്ട് ചെയ്ത് അതിലൂടെ നമുക്ക് കൂപ്പൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്, അതേപോലെ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റും. അതേപോലെ ഗ്രോസറി, അതേപോലെ ഗോൾഡ് ജ്വല്ലേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ OTT പ്ലാറ്റ്ഫോം, ഫാർമസി, അതേപോലെ വെൽനസ് ആൻഡ് സ്പോർട്സ്, ട്രാവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ട സർവീസ് ഏതാണ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഇപ്പോൾ ഗ്രോസറി ഐറ്റംസിൽ എങ്ങനെയാണ് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഗ്രോസറി ഐറ്റംസ് എങ്ങനെയാണ് ആമസോണിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഗ്രോസറി ഐറ്റംസിൽ നമ്മൾ ടച്ച് ചെയ്യുക. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റീചാർജ് വാലറ്റിൽ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് വേണ്ട എമൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ 100 രൂപ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 100 രൂപ നമ്മൾ ആഡ് ചെയ്യാനും വേണ്ടി അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ആമസോൺ ഫ്രഷ്, അതേപോലെ ഗ്രോസറി ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എമൗണ്ട് 100 റുപ്പീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ MPIN എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ അടിക്കുക. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒരു കൂപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് 2% നമുക്കവിടെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രോസറി ഐറ്റംസിലൊക്കെ നമുക്കറിയാലോ, വളരെ ചെറിയ പ്രോഫിറ്റാണ് ഗ്രോസറി ഐറ്റംസിലൊക്കെ ഉണ്ടാവുക. അതിൽ പോലും നമുക്ക് 2% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ MPIN അടിക്കുന്നുണ്ട്. നമ്മുടെ MPIN അടിച്ചതിന് ശേഷം നമ്മൾ താഴെ സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ആയതിനു ശേഷം നമുക്ക് അതിൽ ഡീറ്റെയിൽസ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഫണ്ട് ആഡ് ആയതിനു ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് ആഡ് ചെയ്യാം. ഇവിടെ റേഞ്ചിൽ ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഒന്ന് അവിടെ ബ്രൗസിങ് കാണിച്ചത്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെനുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, 9ാമത്തെ ഓപ്ഷൻ ഗിഫ്റ്റ് വൗച്ചർ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണിക്കും. ഗിഫ്റ്റ് വൗച്ചർ സ്റ്റേറ്റ്മെന്റ് 9ാമത്തെ ഓപ്ഷൻ, ഇവിടെ KYC അപ്ഡേറ്റ് തൊട്ടിട്ട് ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കാണാൻ പറ്റും. താഴെ അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൂപ്പൺ ഇവിടെ കാണാൻ പറ്റും. 100 റുപ്പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി 2026. ഇവിടെ നമുക്ക് ഒരു കൂപ്പൺ കോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഇതിൽ ടച്ച് ചെയ്യുക. ഈ കാണിക്കുന്ന ഈ താഴെ ടച്ച് ചെയ്യരുത്, അത് കാർഡ് നമ്പറാണ്. ഇവിടെ നമുക്ക് റെഡീം കോഡ് എന്ന് കാണാൻ പറ്റും. ഈ റെഡീം കോഡിൽ നമ്മൾ ടച്ച് ചെയ്ത് അത് കോപ്പീഡായി താഴെ കാണിക്കും. നമുക്കത് കോപ്പീഡ് ആയിട്ട് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് കാണിക്കും. താഴെ കോപ്പീഡ് കണ്ടല്ലോ, ഇവിടെ കണ്ട കോപ്പി ചെയ്ത് ഇതുപോലെ കാണിക്കും. അങ്ങനെ കോപ്പി ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിൻസോപ്പയുടെ ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്യുക. ശേഷം നമ്മൾ ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ നമ്മൾ പോവുക. ആമസോണിൻ്റെ ഹോം പേജാണ് ഈ കാണിക്കുന്നത്. നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ആമസോൺ ആപ്ലിക്കേഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിൽ നമ്മളെ ഡെലിവറി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇവിടെ കാണിക്കുന്നുണ്ട് ഡെലിവറി ടു എന്നൊക്കെ കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡെലിവറി പിൻകോഡൊക്കെ ഇവിടെ കാണിക്കും. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ കൂപ്പൺ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ആമസോണിൻ്റെ ഹോം പേജിൽ ഇവിടെ പേ എന്ന് കാണിക്കും മുകളിൽ. ആ പേ എന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു വിൻഡോ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും ഗിഫ്റ്റ് കോഡ് ആൻഡ് വൗച്ചർ. കണ്ടോ, ഗിഫ്റ്റ് കോഡ് ആൻഡ് വൗച്ചർ ഇവിടെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മോൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് കാർഡ് ആൻഡ് വൗച്ചർ എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആഡ് ഗിഫ്റ്റ് കാർഡ് എന്നുള്ളടത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗിഫ്റ്റ് കാർഡ് കോഡ് എന്ന് കാണിക്കുന്നുണ്ട്. തൊട്ടത്തായി എൻ്റർ എന്ന് കാണിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഇവിടെ ആഡ് ഗിഫ്റ്റ് കാർഡ് ടു ബാലൻസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 രൂപ അവിടെ ആഡ് ആവുന്നുണ്ടാവും. ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ ബാലൻസ് കിടക്കുന്നുണ്ട്. ഓക്കെ, ആ 100 രൂപ ഇപ്പോൾ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആഡ് ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫണ്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൻസോപ്പയുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് നമുക്ക് അവിടെ ഇഷ്ടംപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതായതുകൊണ്ട് ഇവിടെ ഫ്രഷും കാണിക്കുന്നുണ്ട്. ഗ്രോസറി ഐറ്റംസിൽ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രോഡക്റ്റിൻ്റെ ചാർട്ട് വരും. ഇവിടെ കാണിക്കുന്ന കാർട്ടിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രോസറി ആൻഡ് ഫുഡ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇതിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എനി പ്രോഡക്റ്റ് നമുക്ക് മോർണിംഗ് തൊട്ടിട്ട് നമുക്ക് ഗുഡ് നൈറ്റ് വരെ നമ്മൾ എന്തൊക്കെ പർച്ചേസിംഗ് ആണോ നടത്തുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്. ഇവിടെ തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എനി ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റൊക്കെ കറക്റ്റായിട്ട് വീട്ടിൽ പെട്ടെന്ന് എത്തും ചെയ്യും. അങ്ങനെ എത്തിയ പ്രോഡക്റ്റുകൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് പർച്ചേസ് ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് നമ്മൾ നോക്കുക. ഇവിടെ ഞാനൊരു ബിസ്ക്കറ്റ്സിൻ്റെ ഫാമിലി പാക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എനി പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഒരു കോക്കനട്ട് കുക്കീസിൻ്റെ 10 പാക്ക് ഉണ്ട്. അത് നമുക്ക് 147 രൂപയാണ് വരുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെ ആഡ് ആയിട്ടുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു പേ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഓൾറെഡി ഞാൻ 100 രൂപ ആദ്യം ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ 100 രൂപ ആഡ് ചെയ്തടക്കം 200 രൂപ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആമസോൺ വൗച്ചർ എന്ന ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കുറേ ഉണ്ട്. ആമസോൺ പേ UPI ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിവിടെ ഉപയോഗിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മളെ ബാലൻസ് ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഏതാണോ ബാലൻസ് ഉള്ളത് മുകളിൽ വരും. ഇവിടെ ആമസോൺ വൗച്ചേഴ്സ് അവൈലബിൾ 200 രൂപ എന്ന് ബാലൻസ് കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ഫണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ എമൗണ്ട് പോകും. എമൗണ്ട് കട്ടായി, നമുക്ക് പർച്ചേസിങ് കൺഫേം ആയി. ഒക്കെ എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ അഡ്രസ്സിലേക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് എത്തുകയും ചെയ്യും. ഇത്രയും വളരെ ഈസിയാണ് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടും കാർഡ് ആഡ് ചെയ്യാനും കാർഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.